നമ്മുടെ ഈ എറണാകുളത്ത് ഏറ്റവും ബെസ്റ്റ് തിയേറ്റർ ഏതാണ്? അതാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യം. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ കണ്ടതിൽ നിങ്ങൾ പാർക്കിംഗ് ആയാലും അല്ലെങ്കിൽ സ്ക്രീൻ ആയാലും ആൾക്കാരുടെ ഒരു ആഘോഷമായാലും ഏറ്റവും അടിപൊളിയായിട്ട് നിങ്ങൾക്ക് തോന്നിയാണ് എറണാകുളത്തെ തിയേറ്റർ ഏതാണെന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യം. നിങ്ങൾക്ക് ഏതാണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമുക്കിവിടെയുള്ള ആൾക്കാരൊക്കെ ചോദിച്ചു നോക്കാം അവർക്ക് ഏതാണെന്നുള്ളത്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ എറണാകുളത്തെ ഏറ്റവും ബെസ്റ്റ് തിയേറ്റർ ഏതാണ്? എറണാകുളത്തെ ഏറ്റവും ബെസ്റ്റ് തിയേറ്റർ വനിതാ വിരുദ്ധ തിയേറ്റർ. എന്തുകൊണ്ടാണ് വനിതാ വിരുദ്ധ? താങ്കൾ അവിടെ നിന്ന് പൊങ്ങി വന്നതുകൊണ്ടാണോ? മാത്രമല്ല, അത് ഒരു അവിടുത്തെ സ്ക്രീനിന്റെ ആ ഒരു എഫക്ട്സും കാര്യങ്ങളൊക്കെ, സീറ്റ് അറേഞ്ച്മെന്റും പിന്നെ അവിടുത്തെ ആ ഒരു ലൈറ്റ് അറേഞ്ച്മെന്റ് ഒക്കെ വേറൊരു തിയേറ്ററിലും ഉണ്ടെന്ന് തോന്നുന്നില്ല. പിന്നെ അതിന്റെ കാർ പാർക്കിംഗ് ആണെങ്കിലും ടൂ വീലർ പാർക്കിംഗ് ആണെങ്കിലും കൂടെ സ്പേസ് ഉണ്ട് ധാരാളം. ഒരുപാട് ആർട്ടിസ്റ്റുകൾ വന്നു പോകുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ അവിടെയാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഫേമസ് ആയിട്ടുള്ള തിയേറ്റർ. ടിക്കറ്റ് പ്രൈസ് കൂടുതലായിട്ട് തോന്നുന്നുണ്ട് അവിടെ? ടിക്കറ്റ് പ്രൈസ് 160 അല്ലേ? 160 190 റേഞ്ചാണ്. പിന്നെ പല ടിക്കറ്റിനും ഫ്രീ ടിക്കറ്റ് ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അല്ല, സാധാരണക്കാർക്ക് വന്ന് കാണാൻ അതേപോലെ അഫോർഡബിൾ ആണോ അവിടുത്തെ ടിക്കറ്റ് പ്രൈസ്? സാധാരണക്കാർക്ക് ഇപ്പോ എല്ലാവരും എല്ലാ ദിവസവും കാണും. ഇപ്പൊ എന്നെ പോലത്തെ ഒരു പാഷനുള്ള ആൾക്കാരല്ലേ എല്ലാ വെള്ളിയാഴ്ച തിയേറ്ററിൽ പോയി കാണുന്നുള്ളൂ. ഇപ്പൊ വ്യാഴ്ച ഇറങ്ങുന്നുണ്ട്. അപ്പോ ഒരു ദിവസത്തെ പണിയിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ട് എടുക്കുന്നവർക്ക് അത് സിനിമ ടിക്കറ്റിന്റെ പ്രൈസ് അഫോർഡ് ചെയ്യാൻ പറ്റുള്ളൂ. ചിലപ്പോൾ 100 താഴ്ത്തിയാൽ ചിലപ്പോൾ മേടിക്കാൻ ടിക്കറ്റ് കാണാൻ പറ്റും. പക്ഷെ എന്നാലും സിനിമയോടുള്ള ഭ്രമവും സമയം കളയാൻ വേണ്ടിയും സിനിമയ്ക്ക് കാണാറുണ്ട്. അല്ലാണ്ട് ഈ കഥ നോക്കി കഥ ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അത്ര നല്ല ഇഷ്ടപ്പെടുന്നില്ല. നമ്മുടെ ബെസ്റ്റ് തിയേറ്റർ എറണാകുളം ഏതാണ് നിങ്ങൾ കണ്ടതിൽ വെച്ചിട്ട്? കണ്ടതിൽ എനിക്ക് വനിത വിനീത ഇഷ്ടം. എന്തുകൊണ്ടാണ് വനിത വിനീത? സൗണ്ടിങ് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പാർക്കിംഗ് സൗകര്യം എല്ലാം കൊണ്ടും തിയേറ്റർ സീറ്റ് എല്ലാം കൊണ്ടും അടിപൊളിയാണോ? വനിത വിനീതയാണ് ബെസ്റ്റ് തിയേറ്ററാ. നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ തിയേറ്റർ അത് വനിതാ വിനീതയാണ്. അതിന്റെ ഒന്നുമില്ല. അതാണ് അങ്ങനെ പറയാൻ കാരണം എല്ലാവരും വരുന്നുണ്ട്. മീഡിയക്കാർ വരും, നടന്മാര് വരും, ആറാട്ടെണ്ണം വരും, അലൻ ജോസ് പെരേര വരും. ഇവരെ കാണാൻ വേണ്ടി തന്നെ ആളുകൾ വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു സിനിമയുടെ പ്രമോഷൻ നല്ല രീതി മീഡിയക്കാർക്ക് വലിയൊരു പങ്കുണ്ട് അതിനകത്ത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. എല്ലാവരും പറയും അവർ ഓൺലൈൻ മീഡിയാസ് റീച്ചിന് വേണ്ടിയാണ് ചെയ്യുന്നത്. അവർ ഒരുപാട് പേരെ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം പെരേര ആണെങ്കിൽ ഒരുപാട് പേര് മീഡിയക്കാർ, നിങ്ങളടക്കം ഒരുപാട് പ്രൊമോട്ട് ചെയ്തിട്ടുള്ള ആൾക്കാരാണ് അല്ലേ? അപ്പൊ എല്ലാവർക്കും ആർട്ടിസ്റ്റുകളെ കാണാൻ ആഗ്രഹമുണ്ട്. ഇവര് റീച്ചിന് വേണ്ടിയും പടം കാണാൻ വേണ്ടിയും വരുന്നു. ശരിയല്ലേ? നല്ല തിയേറ്റർ അത് തന്നെ. കാരണം നമുക്ക് എന്താ പറയാ, നമുക്ക് ശരിക്കും പറഞ്ഞാല് എന്റെ സന്തോഷം, നമ്മള് സിനിമ എൻജോയ് ചെയ്യാൻ വരുന്നത്. അപ്പൊ കൂട്ടുകാരുടെ കൂടെ ഏറ്റവും കൂടുതൽ ഞാൻ വരുന്നത് ഇവിടെ. എല്ലാവരും വരും, കോമാളിത്തരം കാണിക്കുന്നു, ഇതൊക്കെ കാണിക്കുന്നു. അതൊക്കെ ശരിയാണെങ്കിലും ആൾക്കാർ വന്ന് പല രീതിയിൽ പോകുന്നുണ്ടെങ്കിൽ എനിക്കിഷ്ടം ഈ തിയേറ്റർ എൻജോയ് ചെയ്യാൻ പറ്റിയതാണ്. ഒരുപാട് കോണ്ടാക്ട് കിട്ടിയ നിങ്ങളെ അടക്കം എല്ലാവരും എനിക്ക് കോണ്ടാക്ട് ചെയ്തത് ആ തിയേറ്ററിൽ നിന്നാണ്. ടിക്കറ്റ് പ്രൈസ് വെച്ച് നോക്കുകയാണെങ്കിലും കാണാനുള്ള നാലോ അഞ്ചോ സ്ക്രീൻ ഉണ്ട്. എല്ലാം അടിപൊളിയാണ്. ഓരോ പാർക്കിംഗ് എല്ലാം കൊണ്ടും അടിപൊളിയാണ്. നമുക്ക് തൊട്ടടുത്ത് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം, അവിടുത്തെ മാനേജറേട്ടനാണെങ്കിലൊക്കെ എല്ലാവരും നല്ല സഹകരണക്കാർ, ആർക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ല. എല്ലാ സീറ്റ് ആണെങ്കിലും സീറ്റിംഗ് കപ്പാസിറ്റി ആണെങ്കിലും അല്ല. പിന്നെ ചില സ്ഥലത്തൊക്കെ ഉണ്ടല്ലോ, മറ്റേ ഷേണൈസിലൊക്കെ ചെന്നപ്പോഴത്തേക്കിന് നമ്മൾ വണ്ടി അങ്ങോട്ട് കയറ്റാൻ സമ്മതിക്കത്തോലില്ല. ആദ്യം മാറി തുടങ്ങുമ്പോ വന്നാൽ മതി. അപ്പൊ നമ്മൾ റോഡിൽ എനിക്ക് തോന്നുന്നു ബസൂക്ക പടത്തിന് ടർബോ കാണാൻ പോയപ്പോ ഇങ്ങനെ വെളിയിൽ ഇങ്ങനെ നിരത്തി ഇട്ടേക്കുവാ. വലിയ തിയേറ്ററാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവര് നമ്മൾ പൈസ മുടക്കി വരുന്നില്ല. അപ്പൊ അവര് നേരത്തെ തുറന്ന് അവർക്ക് നമ്മളെ അകത്ത് കയറ്റിയാൽ എന്താ? വനിതയിൽ അങ്ങനൊന്നും വലിയ പ്രശ്നം ഉണ്ടായിട്ടില്ല. അവര് പറയും അങ്ങോട്ട് നീക്കിയിടെ എവിടെ വേണേലും. അവിടെ നിന്ന് സ്മോക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അവരൊന്നും പറയാറൊന്നുമില്ല. എല്ലാ ഫ്രീഡവും കൊടുക്കുന്നുണ്ട്. നല്ല ഭക്ഷണവും കാര്യം, റേറ്റും കുറവാണ്. എല്ലാം അടിപൊളിയാണ്. ഓക്കെ. അങ്ങനെ എല്ലാ തിയേറ്റർ കടയൊന്നും പോയിട്ടില്ല. എന്നാലും പോയത് വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഏത് തിയേറ്ററാണ് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് തോന്നിയിട്ടുള്ളത്? കൊള്ളാന്നാണ് പൊതുവെ അഭിപ്രായം കേട്ടേക്കണേ. എവിടെയോ അറിയില്ല. ഓക്കെ. വനിത വിനീത. എന്തുകൊണ്ടാണ് വനിത വിനീത? അവിടുത്തെ ഓഡിയൻസ്, പിന്നെ ആ ഫിലിം കാണാനുള്ള ആ ഒരു നമുക്ക് പറയാനുള്ള ഒരു പ്രസൻസ് ഉണ്ടല്ലോ. അതെ. പിന്നെ നമ്മുടെ പാർക്കിംഗ് സൗകര്യം ആയാലും സീറ്റ് ആയാലും സ്ക്രീൻ ആയാലും എല്ലാം അടിപൊളിയായിട്ട് തോന്നുന്നുണ്ടാവും വനിത വിനീത. എല്ലാം അടിപൊളി നമ്മുടെ PVR. ഞാൻ പോയത് വെച്ച് സരിത സംഗീതം ഇവിടാണ് പോയിട്ടുള്ളത്.
മറ്റേ സീറ്റിന്റെ ഭംഗിയായാലും അല്ല നമ്മൾ ഏതൊരു പടം ഇറങ്ങിയാലും അതിന്റെ ഒരു ആംബിയറിൽ നല്ല ഒച്ചപ്പാടും ബഹളത്തിലൂടെ വരുന്ന കാണാൻ പറ്റിയത് സരിത തിയേറ്ററിലാണ്. ടിവിആറിലാണെങ്കിൽ ഞങ്ങൾ എപ്പോ കണ്ടാലും ഒരു നിശബ്ദയാണ്. ഒറ്റമൂളല്ല പടം കാണാൻ പറ്റുമല്ലോ. ഉറങ്ങാൻ സുഖമാണ്. ഉറങ്ങാനല്ല, പാട്ടുകാരെ കാർച്ച വെക്കാനാണെങ്കിൽ നറോട്ടി പോന്നാ പോലെ പടം കാണാൻ ഫീൽ കാണണമെങ്കിൽ. ഇവിടെ ഒരാള് മറ്റേ അങ്ങനെയുള്ള ആള്, ഇവിടെ ഒരാള് ആഘോഷം മൈൻഡ്. ഞാൻ ആ ഒരു പൊതുവെ ഒരു മൈൻഡിലാണ്. പടം അങ്ങനെ കാണാൻ അങ്ങനെ പോകാറില്ല. പിന്നെ വിജയുടെ മോഹൻലാലിന്റെ ഒക്കെ പടം വന്നു കഴിഞ്ഞാൽ ആഘോഷമായിട്ട് കാണണയാണോ അതോ സൈലന്റ്? ഒന്നുമില്ല, ഒരാളുടെ ഫാനുമല്ല. നല്ല പടത്തിന്റെ റിവ്യൂ കേട്ട് കഴിഞ്ഞാൽ അങ്ങനെ കാണാൻ തോന്നും, അതേ ഉള്ളൂ. പിന്നെ കൈ പൈസ വേണ്ടേ. ഇവിടെ വൈബായിട്ടുള്ള സിനിമ കാണാനാണ് താല്പര്യം. ആണ് ഏറ്റവും കൂട്ടുകാരുമായിട്ട് പോവാ, അതാണ് അടിച്ചു പൊളിക്കുക, എൻജോയ് ചെയ്ത് കാണാം. നല്ലൊരു പടമാണ്. കൂട്ടുകാരുമായിട്ട് പോവാ, അടിച്ചു പൊളിക്കുക. അതാണ് സരിത സംഗീത ഇവിടെ PVR. ഓക്കെ, തൃശ്ശൂരുള്ള ആൾക്കാരാ. നിങ്ങൾ എറണാകുളത്ത് ഉള്ള പോയതിൽ വെച്ചിട്ട് തിയേറ്ററിൽ പോയിട്ടില്ല. ഒരു തിയേറ്റർ പോയിട്ടില്ല. ഇവിടെ മന്തി കടക്ക് ചോദിച്ചാൽ പറഞ്ഞു തരുമോ? തിയേറ്ററിൽ പോയിട്ടില്ല. ഇവിടെയാണ് വനിത വിരുദ്ധയാണോ? അല്ലല്ല, വേറെ ആ ഭാഗത്താണ്. ആ ഭാഗത്ത് നമ്മുടെ രാഗം പോലെ അങ്ങനത്തെ സംഭവം. പത്മ കവിതയൊക്കെ അവിടെയാണ്. പത്മൻ തോന്നുന്നുണ്ട്, ഒരു സൗത്തിലൊക്കെ പോണ ഒരു ഭാഗത്ത്.